ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്വിസ്മാനിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സയൻസ് ക്വിസിന് ആവശ്യമായ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒരുപാട് പേർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ലോക ജലദിനം എന്ന്? ലോക ജലദിനം എന്ന്? ഉത്തരം മാർച്ച് 22. അടുത്ത ചോദ്യം, സൂര്യപ്രകാശം 7 നിറങ്ങളായി വിഭജിക്കുന്ന പ്രതിഭാസം? ഉത്തരം വിസരണം. അടുത്ത ചോദ്യം, ISRO സ്ഥാപകൻ ആരാണ്? ISRO സ്ഥാപകൻ ആരാണ്? ISROയുടെ പൂർണ്ണരൂപം നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായ്. ഉത്തരം വിക്രം സാരാഭായ്. അടുത്ത ചോദ്യം, സ്പൈഡറിലെ ശ്വസന അവയവം? ഉത്തരം ബുക്ക് ലങ്സ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഉത്തരം 4 അറകൾ. അടുത്ത ചോദ്യം, കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം അനിമോമീറ്റർ. അടുത്ത ചോദ്യം, ശൂന്യതയിൽ പ്രകാശവേഗത എത്ര? ശൂന്യതയിൽ പ്രകാശവേഗത എത്ര? ഉത്തരം 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അടുത്ത ചോദ്യം, ഓറം എന്ന ഘടകമാണ് അല്ലെങ്കിൽ എലമെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓറം എന്ന എലമെൻ്റ് ഗോൾഡ് ആണ്. ഓറം എന്ന ഗോൾഡിൻ്റെ ലാറ്റിൻ നെയിമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ടേസി തോമസ്. ടേസി തോമസ് ആണ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത്. അടുത്ത 10ാമത്തെ ചോദ്യം, നെഫ്രോളജി എന്ന പഠനമാണ് ഡാഷ്. നെഫ്രോളജി എന്ന പഠനമാണ് ഡാഷ്. ഉത്തരം കിഡ്നി. അടുത്ത ചോദ്യം, ആരാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത്? നമുക്കെല്ലാവർക്കും അറിയാം. ഉത്തരം റേച്ചൽ കേഴ്സൺ ആണ്. നമ്മുടെ എല്ലാവരുടെയും പാഠ്യപുസ്തകത്തിലുള്ള ചോദ്യം തന്നെയാണിത്. അടുത്ത ചോദ്യം, കോശത്തിൻ്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? കോശത്തിൻ്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഉത്തരം മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ. അടുത്ത ചോദ്യം, ഏതു ലോഹമാണ് മികച്ച വൈദ്യുത ചാലകം? ഏതു ലോഹമാണ് മികച്ച വൈദ്യുത ചാലകം? ഉത്തരം സിൽവർ. സിൽവറിൻ്റെ ലാറ്റിൻ നെയിമാണ് അർജന്റീനം. അത് ഓർത്ത് വെക്കേണ്ട ചോദ്യമാണ്. അതും ക്വിസിൽ ചോദിച്ചേക്കാം. അടുത്ത ചോദ്യം, ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്നാണ്. ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാണ്. ഉത്തരം മഗ്നീഷ്യം. ഉത്തരം മഗ്നീഷ്യം. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. അടുത്ത ചോദ്യം, വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1972. അടുത്ത ചോദ്യം, ക്ലോണിംഗ് വഴി ജനിച്ച ആദ്യത്തെ കുരങ്ങിൻ്റെ പേര്? ഉത്തരം ടെട്ര. ടെട്ര എന്നാണ് ആ കുരങ്ങിൻ്റെ പേര്. ഓർത്ത് വെക്കണം. അവസാനത്തെ ചോദ്യം,
ലോക ഓസോൺ ദിനം എന്ന്? ഓസോൺ ദിനമായി അറിയപ്പെടുന്ന ദിനം എന്നാണെന്ന ചോദ്യം. ഉത്തരം സെപ്റ്റംബർ 16. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും പല പല ഭാഗങ്ങളായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.